നമസ്കാരം. കനേഡിയൻ താളുകളിലെ സായാഹ്ന വിശേഷങ്ങളിലേക്ക് എല്ലാ കനേഡിയൻ മലയാളികൾക്കും സ്വാഗതം. എഡ്മണ്ടൺ, കാൽഗറി, ലണ്ടൻ, പിക്കറിംഗ്, നയാഗ്ര എന്നിവിടങ്ങളിൽ നടത്താനിരുന്ന ഹണിറോസ് മുഖ്യാതിഥിയായ മോളിവുഡ് ഡ്രീംസ് എന്ന പരിപാടി മാറ്റിവെച്ചതായി സംഘാടകർ അറിയിച്ചു. ചില സാങ്കേതിക തടസ്സങ്ങളാണ് പരിപാടി മാറ്റിവെക്കാൻ കാരണമായത്. പുതിയ തീയതി പിന്നീട് അറിയിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. കാണികളെയും ആരാധകരെയും നിരാശരാക്കിയതിൽ അധികൃതർ ഖേദം പ്രകടിപ്പിച്ചു. റീഫണ്ട് സംബന്ധിച്ച വിവരങ്ങൾ ഇമെയിൽ വഴി ബന്ധപ്പെടാൻ സംഘാടകർ നിർദ്ദേശം നൽകി. ടൊറന്റോയിലെ സ്കാബ്രോ ജെറുസലേം മാർത്താ മറിയം സുറിയാനി പള്ളിയിലെ യൂത്ത് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഇന്റർ ചർച്ച് സോക്കർ ടൂർണമെന്റിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. വിശുദ്ധ കുർബാനാനന്തരം നടന്ന ചടങ്ങിൽ ബഹുമാനപ്പെട്ട മാത്യു അരീക്കൽ അച്ഛന്റെ സാന്നിധ്യത്തിൽ വികാരി ബഹുമാനപ്പെട്ട വി പൌലോസ് അച്ഛൻ എന്നിവർ സന്നിഹിതരായ ചടങ്ങിൽ യൂത്ത് അസോസിയേഷൻ സെക്രട്ടറി ശ്രീ ബിനുമോൻ ജോയി സ്വാഗതവും ട്രസ്റ്റി ശ്രീ ബേസിൽ മോട്ടി നന്ദിയും പ്രകാശിപ്പിച്ചു. കാനഡയിലെ ദേവാലയങ്ങളെ ഉൾപ്പെടുത്തിയാണ് ടൂർണമെന്റ് ക്രമീകരിച്ചിരിക്കുന്നത്. കെഫിയ വിവാദം പുതിയ വഴിത്തിരിവിലേക്ക്. ചേംബറിൽ ഒഴിച്ച് പാർലമെന്റിന് പുറത്ത് ധരിക്കാമെന്ന് സ്പീക്കറുടെ പുതിയ അനുമതി. ഓന്റാരിയോ ഹൌസ് സ്പീക്കർ ടെഡ് അർനോട്ടിന്റെ വിവാദമായ കെഫിയ നിരോധനം പരിഷ്കരിച്ചു. ക്വീൻസ് പാർക്ക് പരിസരത്ത് ഇപ്പോൾ കെഫിയകൾ ധരിക്കാമെന്നും ലെജിസ്ലേറ്റീവ് ചേംബറിൽ വിലക്കപ്പെട്ടതായും അദ്ദേഹം പറഞ്ഞു. കെഫിയ ധരിക്കാമെന്ന നിലപാടിൽ എംപിമാരായ സാറ ജമയും ക്രിസ്റ്റിൻ വോങ് താമും തിങ്കളാഴ്ച രാവിലെ ചേംബറിൽ കെഫിയ ധരിച്ച് എത്തിയിരുന്നു. എന്നാൽ പിന്നീട് അവരെ ചേംബറിൽ നിന്നും പുറത്താക്കി. ട്രാൻസ് മൗണ്ടൻ പൈപ്പ് ലൈൻ പദ്ധതി ഈ ആഴ്ച മുതൽ പ്രവർത്തനം ആരംഭിച്ചു. ധനമന്ത്രി ക്രിസ്റ്റിയ ഫ്രീലാൻഡ് തന്റെ സമീപകാല ബജറ്റ് പ്രസംഗത്തിൽ ട്രാൻസ് മൗണ്ടൻ പൈപ്പ് ലൈൻ വിപുലീകരണത്തിന് $34 മില്യൺ പ്രവർത്തനങ്ങൾക്കായി അനുമതി നൽകിയിരുന്നു. ഒരു ശതാബ്ദത്തിലേറെയായി സർക്കാർ ഉടമസ്ഥതയിലുള്ള പദ്ധതി ഒടുവിൽ നിരവധി കാലതാമസങ്ങൾക്കും ചെലവുകൾക്കും ശേഷം ആൽബർട്ട ഓയിൽ വെസ്റ്റ് കോസ്റ്റിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു തുടങ്ങി. സർക്കാരിന്റെ വികസനത്തിന് തടസ്സമായി കാണുന്നവരെയും ധനമന്ത്രി തന്റെ പ്രസംഗത്തിൽ വിമർശിച്ചു. കാനഡയിലെ എണ്ണ വ്യവസായത്തിൽ വലിയ മാറ്റങ്ങൾക്ക് ഈ പദ്ധതി കാരണമായേക്കാമെന്ന് മിനിസ്റ്റർ ക്രിസ്റ്റിയ ഫ്രീലാൻഡ് മുന്നറിയിപ്പ് നൽകി. ഇന്ത്യയിൽ നിന്നുള്ള കുറ്റവാളികൾക്ക് കാനഡ അഭയം കൊടുക്കുന്നതായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി സുബ്രഹ്മണ്യം ജയശങ്കർ ആരോപിച്ചു. കാനഡയിൽ കഴിഞ്ഞ കാലങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്ന സിഖ് പ്രശ്നങ്ങൾക്ക് മുന്നോടിയായാണ് അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഇന്ത്യയ്ക്കുള്ളിൽ ഒരു സ്വതന്ത്ര രാജ്യം സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടുള്ള അക്രമാസക്തമായ സിഖ് വിഘടനവാദ പ്രസ്ഥാനമെന്ന് താൻ വിശേഷിപ്പിച്ചതിന്റെ പ്രധാന പിന്തുണക്കാരൻ എന്ന നിലയിൽ ഇത്തരം സംഭവങ്ങൾക്ക് കാരണമായ കാനഡയുടെ പങ്ക് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അമേരിക്ക സമാനമായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ കാനഡയാണ് നിലവിൽ പ്രധാന വെല്ലുവിളി ഉയർത്തുന്നതെന്ന് മന്ത്രി ഊന്നിപ്പറഞ്ഞു. ഫലസ്തീൻ അനുകൂല സർവകലാശാല ക്യാമ്പുകൾ നീക്കം ചെയ്യണമെന്ന് ഡഗ്ഫോർഡ്. പ്രകടനക്കാരുമായുള്ള ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്ന് ടൊറന്റോയിലെ ഒരു സർവകലാശാല അറിയിച്ചെങ്കിലും ഫലസ്തീൻ അനുകൂല പ്രതിഷേധ ക്യാമ്പുകൾ തിങ്കളാഴ്ച യൂണിവേഴ്സിറ്റി ക്യാമ്പുകളിൽ നിന്ന് മാറ്റണമെന്ന് ഒന്റാരിയോ പ്രീമിയർ ആവശ്യപ്പെട്ടു. അടുത്ത ആഴ്ചകളിൽ പല ക്യാമ്പസുകളിലും കോപ്പ് ചെയ്ത ക്യാമ്പുകളെ താൻ സപ്പോർട്ട് ചെയ്യില്ല എന്നും പ്രീമിയർ ഡഗ്ഫോർഡ് പറഞ്ഞു. പ്രക്ഷോഭം മൂലം തങ്ങളുടെ കുട്ടികളെ ഉപദ്രവിക്കപ്പെടുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുമെന്ന ആശങ്ക പ്രകടിപ്പിച്ച് മാതാപിതാക്കളിൽ നിന്ന് തനിക്ക് സന്ദേശം ലഭിക്കുന്നുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അപ്പോൾ ഇന്നത്തെ കനേഡിയൻ സായാഹ്ന വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇത് നിങ്ങളിലേക്ക് എത്തിച്ചത് പോളാരിസ് ഡെന്റൽ, ബ്രാംപ്ടൺ, ലത മേനോൻ, ബാരിസ്റ്റർ സോളിസിറ്റർ ഓഫ് മേനോൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, കേരള കരി ഹൌസ്, മിസിസാഗ, ജോജു അഗസ്റ്റിൻ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ, കണ്ണൂർക്കാരന്റെ തൊട്ടുകട, ഡ്യൂപോൺ സ്ട്രീറ്റ്, ടൊറന്റോ. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് കനേഡിയൻ താളുകൾക്ക് വേണ്ടി ഗാഥാ പ്രകാശ്.